അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനമുള്ള സഹോദര സഹോദരിമാരെ, എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു, അതിനായി പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, സൂറത്തുൽ ബഖറയിലെ പ്രധാനപ്പെട്ട ഒരായത്താണ്. നാം എല്ലാവരും ജീവിതത്തിൽ പതിവാക്കാറുള്ളതുമാണ് ആയത്തുൽ കുർസി എന്നുള്ളതായ മഹത്തായ ആയത്ത്. ആ ആയത്തിനെ നാം ദിനംപ്രതി പതിവാക്കുകയാണ് എങ്കിൽ ഒരുപാട് ഫലങ്ങൾ നമുക്ക് അതിലൂടെ ലഭിക്കാൻ കാരണമാകും. പ്രത്യേകിച്ച് നാം ശ്രദ്ധിക്കേണ്ട സമയങ്ങൾ, ആ സമയത്ത് നാം ആയത്തുൽ കുർസി ഓതിയാലുള്ള പ്രതിഫലം മരണമല്ലാതെ സ്വർഗം കിട്ടാൻ വേറൊരു തടസ്സവും ഉണ്ടാവുകയില്ല എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. എപ്പോഴാണ് ആയത്തുൽ കുർസി ഓതേണ്ടത്? നാം 5 വഖത്ത് നിസ്കാരം നിർവഹിച്ചതിന് ശേഷം, സലാം വീട്ടി അതിനുശേഷമുള്ള അസ്തഗ്ഫിറുല്ലാഹൽ അളീം എന്ന് തുടങ്ങുന്നതായ ദിക്റുകളും ദുആകളൊക്കെ കഴിഞ്ഞ് ഒരു വട്ടം ആയത്തുൽ കുർസി നാം ഓതിയാൽ സ്വർഗം ലഭിക്കാൻ പോലും ആ ഒരു ആയത്തുൽ കുർസി കൊണ്ട് കാരണമാകും. പറഞ്ഞതിൻ്റെ വിവക്ഷ 5 വഖത്ത് നിസ്കാരം നിലനിർത്തണം, വെറും ആയത്തുൽ കുർസി മാത്രം ഓതിയാൽ സ്വർഗം ലഭിച്ചോളണം എന്നില്ല. 5 വഖത്ത് നിസ്കാരം നാം ഉറ പോലെ നിർവഹിച്ച് സലാം വീട്ടിയതിന് ശേഷം അതിൻ്റെ ദിക്റുകളൊക്കെ ചൊല്ലിയതിന് ശേഷം മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് കാണിച്ചു തന്നതുപോലെ ഇടത് നെഞ്ചിൻ്റെ ഭാഗത്തേക്ക് ആയത്തുൽ കുർസി ഓതിക്കഴിഞ്ഞാൽ വലിയ ഫലമുള്ളതാണ്. ആ സമയത്ത് ആയത്തുൽ കുർസി ഓതിയാൽ അവനക്ക് സ്വർഗം ലഭിക്കാൻ മരണമല്ലാതെ വേറൊരു തടസ്സവും ഉണ്ടാവുകയില്ല എന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരുപാട് ഇബാദത്തുകൾ ചെയ്ത് അവൻ്റെ അനുഗ്രഹീതമായ സ്വർഗീയ ഭവനം കരസ്ഥമാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും മാറ്റി ദുനിയാവും ആഖിറവും നമുക്ക് വിജയിക്കുന്ന മുത്തഖീങ്ങളിലും മുഖ്ലസീങ്ങളിലും അല്ലാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവരും പരസ്പരം ദുആകളിൽ ഉൾപ്പെടുത്തുക എന്ന് ആഗ്രഹിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.